എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ. മഹാറാണി സിൽക്സ് നിലമ്പൂർ കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. Super Absorbent Hobbies Diaper. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്. സ്വന്തം ഭൂമി വനം വകുപ്പിന് വിട്ടു നൽകിയിട്ട് 4.5 വർഷം. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നഷ്ടപരിഹാര തുക നൽകാതെ വനം വകുപ്പ്. മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലെ മലോടിയിലെ 23 കുടുംബങ്ങളാണ് തങ്ങളുടെ ഭൂമിയുടെ വില ലഭിക്കാതെ ദുരിതത്തിലായിട്ടുള്ളത്. സ്വന്തം ഭൂമി വനം വകുപ്പിന് വിട്ടു നൽകിയിട്ട് 4.5 വർഷം. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നഷ്ടപരിഹാര തുക നൽകാതെ വനം വകുപ്പ്. മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലെ 23 കുടുംബങ്ങളാണ് തങ്ങളുടെ ഭൂമിയുടെ വില ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. നവകിരൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വനത്തോട് ചേർന്ന് കിടക്കുന്നതും വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നതുമായ സ്വകാര്യ ഭൂമികൾ വനം വകുപ്പ് ഏറ്റെടുത്തത്. ഞാൻ ഈ ഭൂമി കൊടുത്തിട്ട് 4 വർഷമായി. 2021 പിന്നെ 26/11/2021 അന്നത്തെ ജൂനിയർ സൂപ്രണ്ട് ഓഫീസ് മുജീബ് റഹ്മാന്റെ കയ്യിൽ രേഖ കൊടുത്തതിന്റെ ആ രേഖകളെ ഫോട്ടോസ്റ്റാറ്റാണ് ഇതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് വരെ അതിൽ കുറച്ച് എനിക്ക് വരുമാനം ഉണ്ടായിരുന്ന റബ്ബറാണ്. ആ റബ്ബർ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. പറഞ്ഞാൽ ഓല മുറിച്ച് 1 മാസത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ പൈസ ഇട്ടും മുറിച്ചോളം എന്ന് പറഞ്ഞു. അങ്ങനെ മുറിച്ചു. അതും തൈമരം വെട്ട് തുടങ്ങി 3-ാമത്തെ വർഷം വെട്ട് തുടങ്ങിയ മരങ്ങളാണ് മുറിച്ച് നമ്മൾ ഒഴിവാക്കി കൊടുത്തത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ബാങ്കിൽ ബാങ്കുകാർ ഡെയിലി വിളിക്കുക, ലോണിന്റെ അവിടെ കൊടുക്കേണ്ട ആ ലോണ് അടക്കണം, അങ്ങോട്ട് അടക്കണം. ഇന്നലെയും വിളിച്ചിരുന്നു. നമ്മൾ ചാലിയാർ സർവീസ് ബാങ്കിലാണ് ലോണുള്ളത്. അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇപ്പൊ പോണത്. 1 സെന്റ് മുതൽ 5 ഏക്കർ വരെയുള്ള സ്ഥലത്തിന് ഒരു കുടുംബത്തിന് വനം വകുപ്പ് നൽകുന്നതാകട്ടെ വെറും 15 ലക്ഷം രൂപയും. ഇതിൽ വീടുകൾ ഉണ്ടെങ്കിലും അതിന് പണം ലഭിക്കുകയുമില്ല. വനത്തിലൂടെ KSEB വൈദ്യുതി തൂണുകൾ സ്ഥാപിച്ചെങ്കിലും വനം വകുപ്പ് ഈ ലൈനിന് അനുമതി നൽകിയിട്ടില്ല. ഇതേ തുടർന്നാണ് ഏക്കറിന് കുറഞ്ഞത് 30 ലക്ഷം രൂപ വരെ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന സ്ഥലങ്ങൾ വെറും 15 ലക്ഷം രൂപയ്ക്ക് ഓരോ കുടുംബവും നൽകാൻ തയ്യാറായത്. ഉടൻ പണം ലഭിക്കും. അതിനാൽ റബ്ബർ മരങ്ങൾ ഉൾപ്പെടെയുള്ള മരങ്ങൾ വെട്ടിനീക്കാൻ വനം വകുപ്പ് ആവശ്യപ്പെട്ടതോടെ ടാപ്പിംഗ് നടത്തുകയായിരുന്ന റബ്ബർ മരങ്ങൾ ഉൾപ്പെടെ സ്ഥലം വിട്ടു നൽകിയ ഉടമകൾ കിട്ടിയ വിലയ്ക്ക് മുറിച്ചു നൽകി. 4.5 വർഷമായി ഈ സ്ഥലത്തിന് അതിന്റെ രേഖകളൊക്കെ കൊടുത്തിട്ട് ഇന്ന് കിട്ടും നാളെ കിട്ടും പറഞ്ഞാൽ അവര് കുറെ ആയി കളിപ്പിക്കണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം വരുമാനം ഇല്ലാതെ 3 വർഷമായി വെട്ടിന മരം വരെ ഒക്കെ മുറിച്ച് ഒഴിവാക്കാൻ പറഞ്ഞതാണ് അവര്. അടുത്ത മാസം കയറും. ഫസ്റ്റ് ഗഡു കിട്ടുമ്പോത്തിന് മരങ്ങളൊക്കെ ഒഴിവാക്കണം. അങ്ങനെ വരുമാനം ഇല്ലാതൊക്കെ 200 മരം ഉണ്ടായിരുന്നു ഇതില്. 2 പേരിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഭാര്യന്റെ പേരിൽ 30, എന്റെ പേരിൽ 90 സെന്റും. അതൊന്നും ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. കാരണം അതൊക്കെ കണ്ടൊരു വരുമാനമായിട്ട് ഗൾഫൊക്കെ നിർത്തിയതാണ്. പക്ഷെ ഒന്നും കയ്യിൽ കിട്ടിയിട്ടില്ല. ഒരുപാട് ഇടങ്ങേറ് തന്നെയാണ്. അവരിപ്പോ 4.5 വർഷമായി. ഇപ്പൊ കഴിഞ്ഞ 2 മാസം ഇടയ്ക്ക് അഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞ് കിട്ടും. 1 മാസം കൊണ്ട് പൈസ കിട്ടും. അവരങ്ങനെ കളിപ്പിച്ച ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് ഈ പാവപ്പെട്ടവർക്ക് ചെലവാക്കണമില്ല. 6 മാസത്തിനുള്ളിൽ പണം നൽകാമെന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാക്കിൽ വിശ്വസിച്ചാണ് പുള്ളിപ്പാടം വില്ലേജിലെ മലോടി നിവാസികൾ 2021 നവംബർ 26 വനം വകുപ്പ് നിർദ്ദേശപ്രകാരം ഭൂമി നൽകാൻ തയ്യാറാണെന്ന് കാണിച്ച് വനം വകുപ്പിന് അപേക്ഷ നൽകിയത്. ഇതിനുശേഷം 4 തവണ വനം വകുപ്പ് ആവശ്യപ്പെട്ട രേഖകൾ ഉണ്ടാക്കാൻ ഓരോ കുടുംബത്തിനും 8,000 രൂപ വീതം ചെലവായി. 70 വർഷത്തോളമായി ഈ കുടുംബങ്ങൾ പരമ്പരാഗതമായി താമസിച്ചു വരുന്ന സ്ഥലമാണിത്. ഞങ്ങൾക്കൊരു വീടില്ല. ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് ഇവിടെ ഒരു ഷെഡ് വെച്ചാണ് മലോടിയിൽ താമസിക്കുന്നത്. അന്ന് ലൈഫ് മിഷന്റെ വീട് ഞങ്ങൾക്ക് പാസ്സായി വന്നതായിരുന്നു. പിന്നെ ഈ ആനശല്യം കാരണം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വാടകയ്ക്ക് പോയി. ഷെഡ് വെച്ചാണ് താമസിക്കുന്നത്. ഷെഡൊക്കെ ആന വന്നിട്ടൊക്കെ പൊളിച്ചൊക്കെ ഇട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. 2 ചെറിയ കുട്ടികളുണ്ട്. മക്കളെയും വെച്ച് ഇതിൽ കിടക്കാൻ പറ്റൂല. അന്ന് ഇവരോട് ഞങ്ങളോട് ഇപ്പൊ 4.5 കൊല്ലം ഇവർ പൈസ തരാന്ന് പറയുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ഇവർ ഞങ്ങളോട് 6 മാസത്തിനുള്ളിൽ പൈസ കിട്ടുന്ന പറഞ്ഞത്. അപ്പൊ മക്കളെയും കൊണ്ട് ഗതിയില്ല. പിന്നെ ഏട്ടനൊരു സുഖമില്ലാത്താണ്. ഞങ്ങൾ മരുന്നും മങ്കൂടിയായി കഴിയുന്നത്. ഞങ്ങൾക്ക് വാടകയ്ക്ക് നിൽക്കാൻ കഴിയില്ല. പെട്ടെന്ന് പൈസ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാടകയ്ക്ക് പോയവരാണ്. ഇപ്പൊ ഞങ്ങൾക്ക് മക്കളെയും വെച്ച് വാടക കൊടുക്കാനും ഞങ്ങൾക്ക് മരുന്നും ഹോസ്പിറ്റലും കേസും എല്ലാം പാടെ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇവര് പെട്ടെന്ന് പൈസ തരും പറഞ്ഞു. ഇതുവരെ അതും തന്നില്ല. ലൈഫ് മിഷൻ ഒരു വീട് പാസ്സായിട്ട് ഇപ്പൊ അതും കിട്ടാതായി. എന്തെങ്കിലും പെട്ടെന്നൊരു നടപടി കാണണോ ഇതിന്? ഞങ്ങൾക്ക് വേറെ വഴിയില്ല ജീവിക്കാൻ. അതുകൊണ്ടാണ് പുറത്തോട്ട് ഇറങ്ങി ഭൂമി വാങ്ങാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കില്ല.
ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാട്ടിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒതുങ്ങി കൂടിയത്. ഭൂരിപക്ഷം കുടുംബങ്ങളും ബാങ്ക് വായ്പ ഉള്ളവരുമാണ്. ഇവരുടെ വായ്പകൾ പലിശയും കൂട്ടുപലിശയുമായി വലിയ തുകയായി മാറിക്കഴിഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ച വീടിന്റെ പണം പോലും വനം വകുപ്പ് നൽകുന്ന തുച്ഛമായ തുകയിൽ നിന്നും നൽകേണ്ട അവസ്ഥയുമുണ്ട്. നവകിരൺ പദ്ധതിയിൽപ്പെട്ട മലോഡിയിലെ 23 കുടുംബങ്ങൾക്ക് 2 മാസത്തിനുള്ളിൽ പണം നൽകാൻ കഴിയുമെന്ന് വനം വകുപ്പ് അധികൃതർ പറയുന്നു. പദ്ധതിക്ക് കേരളത്തിൽ ആകെ ഒരു തഹസിൽദാർ മാത്രമാണുള്ളതെന്നും അതാണ് കാലതാമസത്തിന് ഇടയാക്കുന്നതെന്നും മലോഡിയിലെ 23 കുടുംബങ്ങൾക്ക് നൽകാനുള്ള പണം കിഫ്ബി ഫണ്ടിൽ ഉണ്ടെന്നുമാണ് വനം വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ വനം വകുപ്പിനെ വിശ്വസിച്ച് ഭൂമി നൽകാൻ തയ്യാറായ കുടുംബങ്ങളാണ് വാടക വീടുകളിലും ബന്ധുവീടുകളിലുമായി കഴിയുന്നത്. ഞങ്ങളിവിടെ സ്ഥലം കൊടുക്കണമെന്ന് താല്പര്യമൊന്നുമില്ലായിരുന്നു. എല്ലാ മേഖലകളിലും ഇവിടെ ആനയായിട്ടും മൃഗങ്ങളുടെ എല്ലാ ശല്യങ്ങളും ഉണ്ട്. കുരങ്ങായിട്ടും പന്നിയായിട്ടും എല്ലാം. പിന്നെ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞു വിടണമെങ്കിലും ബുദ്ധിമുട്ടാണ്. ഏത് സമയത്ത് എന്താ നടക്കാന്നില്ല അറിയില്ല. അത് കാരണമാണ് അതിൻ്റെ 2 അനിയന്മാരും പുറത്ത് താമസിക്കുന്ന വാടകക്കാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ അന്ന് ഞങ്ങൾ ഇത്രയും കുടുംബങ്ങളുണ്ടായിരുന്നു. ഇപ്പം എല്ലാ പ്രയാസത്തിലായതുകൊണ്ട് എല്ലാ സൈഡിൽ നിന്നും മൃഗങ്ങളുടെ ശല്യം, ആന ഫുൾ ടൈം ഏകദേശം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ കറണ്ട് വന്നുകൊണ്ട് ഏതാണ്ട് കറണ്ടിന്റെ പോസ്റ്റൊക്കെ കുഴിച്ചിട്ട് ക്ലിയർ ആയി വന്നിരുന്നു. അതിന്റെ ഇടക്കാണ് പിന്നെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കാരണം ഞങ്ങൾ ഈ മൃഗങ്ങളുടെ ശല്യം കാരണമാണ് ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തു പോകാന്ന് കരുതിയത്. കൂടുതൽ സ്ഥലം ഈ ഭൂമിക്ക് കൂടുതൽ ഏക്കറിനൊക്കെ നല്ല പൈസ കിട്ടുന്ന സ്ഥലം തന്നെയായിരുന്നു. പക്ഷെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ആരും ഇത് എടുക്കാൻ തയ്യാറുമല്ല. അപ്പൊ എന്നാൽ കിട്ടുന്നതായാലും അത് കൊടുക്കാന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇത് തീരുമാനം എടുത്തുകൊണ്ട് അങ്ങനെ കൊടുക്കാന്ന് വെച്ചത്. അപ്പൊ അത് കിട്ടും എന്ന് കരുതിയിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. എനിക്കാണെങ്കിലും എൻ്റെ വീട് കാരണം വെച്ചിട്ടുണ്ടെങ്കിലും ലോണുണ്ട്, അത്യാവശ്യത്തിന്റെ മേലെ ബാധ്യതകളും എനിക്കുണ്ട്. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ബാധ്യതകളൊക്കെ തീർന്നിരുന്നു. അല്ലാതെ ഇനി ഇവിടെ ഒന്ന് താമസിക്കാൻ ഞങ്ങൾക്ക് കഴിയും. പറഞ്ഞിട്ട് കാര്യം ഇതൊരു വീടുണ്ട്, അതൊക്കെ കാട് മൂടി പോയി ഒറ്റയ്ക്കോട് നിൽക്കാൻ പറ്റില്ല. ആന 4-5 ഓരോ കൂട്ടം വരുന്നത്. ഞാൻ ഒറ്റയ്ക്കൊക്കെ എൻ്റെ മക്കളൊക്കെ കൂലിപ്പണിക്കാരൻ. അതുകൊണ്ട് നേരത്തിനും കാലത്തിനും വരാൻ വയ്ക്കുക. അത് രാത്രി വരുമ്പോൾ അപ്പൊ ഞാൻ പേടിച്ച് കുറച്ച് അവിടെ നിൽക്കണം. ഇപ്പൊ കഴിയാതെ ഇവിടെ നിൽക്കാൻ. അതുകൊണ്ട് ഞാൻ കുടുംബത്തിൽ കൂടെ ഇടയിലൊക്കെ പോയി നിൽക്കുകയാണ്. അപ്പൊ അതിനോട് പറയാൻ എൻ്റെ മക്കൾ ക്യാൻസർ രോഗികൾ വരെ ഉണ്ട്. അവരൊക്കെ മരുന്നിന് തണ്ടി നടക്കുക. ഭയങ്കര സങ്കടമുണ്ട്. ഇതിന് ഒരു തീരുമാനമാക്കി തരണം ഞങ്ങൾക്ക് പെട്ടെന്ന്. അതാണ് ആവശ്യം. പലരും പണമില്ലാത്തതിനാൽ ചികിത്സ പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇത് ഞങ്ങളിവിടെ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു പോരുന്ന ആ സമയത്താണ് ഇവിടെ വൈദ്യുതിയൊക്കെ വന്ന് ഞങ്ങളെ വീടിൻ്റെ മുറ്റം വരെ എത്തിയതാണ് തൂണ്. അതിന് ശേഷം ബാക്കിയെല്ലാം തന്നെ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് അതിലൊരു പദ്ധതി കൊണ്ടുവന്നു. ഇവിടെ വൈദ്യുതി ഒക്കെ കട്ടാക്കി, വെള്ളമില്ല, വെളിച്ചമില്ല, വഴിയില്ല, ഈ വക ഒന്നുമില്ല. എന്നാൽ റേഷൻ കാർഡിന് കിട്ടണ മണ്ണെണ്ണ ഇല്ലാതെയാക്കി. ഇങ്ങനെ ഞങ്ങൾ ഈ 2 എണ്ണം അല്ലെങ്കിൽ ഈ കുടുംബങ്ങൾ ഇവിടെ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എല്ലാവരും ഇവിടുന്ന് ഫോറസ്റ്റ് വനത്തിലിട്ട് ഭൂമി ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും അത് കൊടുത്തു. അങ്ങനെ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തത് ശരിയാണ്. പിന്നെ ഈ ലൈഫിൻ്റെ ഇതിൽ ഒരു 4 ലക്ഷം രൂപ തന്നിട്ട് ഒരു വീട് ഞങ്ങൾ ഉണ്ടാക്കി. അതിൽ ഞങ്ങൾ വലിയ തൃപ്തരായിരുന്നു. പക്ഷെ ഇങ്ങനൊരു പദ്ധതി വന്നപ്പോൾ വീടിന് പണം തന്ന സർക്കാർ തിരിച്ചു കൊടുക്കുന്ന ഭൂമി അടക്കം കൊടുക്കണം സർക്കാരിന് എഴുതി ഞങ്ങളത് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ പഞ്ചായത്ത് ഇടപെട്ട് പറയുന്നത് വീടിൻ്റെ പൈസയും 9% പലിശയും കൂടെ തിരിച്ചടയ്ക്കണം എന്നാണ്. ഞങ്ങൾക്ക് 2 ആൾക്കും കൂലി വേലയ്ക്കൊന്നും കാര്യമായിട്ട് പോകാനൊന്നും കഴിയില്ല. ഞങ്ങളാ വിഷമത്തിൽ നിൽക്കുകയാണ്. 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയാലും ഞങ്ങൾക്ക് പുറത്തു പോയി 5 സെന്റ് സ്ഥലം അതിലൊരു വീടും വെക്കാനുണ്ടാവില്ല. പിന്നെ പോരാത്ത ഈ വീടിന്റെ ഇത്രയും പൈസ തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അതിൽ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. പുറത്തു പോയി പിന്നെ വാടകയ്ക്ക് കഴിയാനുള്ളതും ഇല്ലേനും. ബീരാൻകുട്ടിക്കും കമലയ്ക്കും വത്സലയ്ക്കും നാരായണിക്കും സന്തോഷിനും ഷൗക്കത്തിനും ലത്തീഫിനുമെല്ലാം ഒന്നേ പറയാനുള്ളൂ: ഇനിയെങ്കിലും തങ്ങളുടെ ഭൂമിക്കുള്ള വില നൽകുക. A+ വിഷൻ, ചാലിയാർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, aqua loop rocket, wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide, 16D theater, children's park, zip line,
സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.